ബഹുമാനികളെ, മുൻഗാമികൾ ഇവിടെ വന്നത് തഖ്വ കൊണ്ടിട്ടാണ്. 11 പേര് വന്ന് പായ്ക്കപ്പലിൽ ഇറങ്ങി എന്ന് നമ്മൾ ചരിത്രം പഠിക്കുന്നുണ്ട്. അവർ വരുമ്പോൾ ബഹുമാനികളെ, ഇവിടെ അറബിക് കോളേജുകളില്ല, ഇവിടെ പള്ളി ദർസുകളില്ല, മാനം മുട്ടി നിൽക്കുന്ന മിനാരങ്ങളുള്ള പള്ളികളില്ല, കിലോമീറ്റർ നീളമുള്ളതായ മദ്രസ ഹാളുകളില്ല, ഇപ്പം ഈ പറയപ്പെടുന്ന രീതിയിലുള്ളതായ പ്രസംഗകന്മാരില്ല, അല്ലെങ്കിൽ എഴുത്തുകാരില്ല, ഇന്നത്തെ രീതിയിലുള്ള കമ്മിറ്റിക്കാരും കൈക്കാരന്മാരുമില്ല. അവരിവിടെ വന്നത് ബാഹ്യമായി നോക്കുമ്പോൾ വെറും കയ്യാലെയാണെങ്കിലും അവർ വലിയ ഒരു സമ്പത്തും കൊണ്ടിട്ടാണ് വന്നത്. എന്താ അവർ കൊണ്ടുവന്നത്? അവർ കൊണ്ടുവന്ന തഖ്വയാണ്. ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ ബഹുമാനികളെ, 11 അംഗ സംഘം ഇവിടെ വന്നിറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല, യാതൊന്നുമില്ല. ഇവിടെ ചുമ്മാ ശത്രുക്കൾ പറഞ്ഞു വരുത്തുകയാണ്. ബഹുമാനികളെ, ആ 11 അംഗം ഇവിടെ ഇറങ്ങിയപ്പോൾ ദാഹിച്ച് വരഞ്ഞ് ആ അറ്റമില്ലാത്ത കടലിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ്, യന്ത്രവൽകൃത ബോട്ടൊന്നും അല്ലല്ലോ അവർ കയറിയത്, പായ് വലിച്ചു കെട്ടുകയാണ്. നബിത്തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി പുറപ്പെടാൻ, അത് ഇന്ന നാട്ടിലേക്ക് പുറപ്പെടാൻ, അല്ലെങ്കിൽ ഇന്ന ഭാഗത്തേക്ക് പുറപ്പെടാൻ അല്ലാഹുവിൻ്റെ റസൂലേ ഞങ്ങൾ ഒരുക്കമാണ്. കപ്പലിലേക്ക് കയറി, വഞ്ചിയിലേക്ക് കയറി, പായങ്ങ് വലിച്ചു കെട്ടി, പായ എങ്ങോട്ടാണോ കാറ്റ് വീശിക്കൊണ്ട് പോകുന്ന അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ മാസങ്ങളോളം ഉപ്പുവെള്ളത്തിലൂടെ സഞ്ചരിച്ച് ഈ മണ്ണാകുന്ന കൊടുങ്ങല്ലൂരിൻ്റെ കരയിൽ വന്നിറങ്ങിയപ്പോൾ കറുകറുത്ത മനുഷ്യന്മാർ ഈ വെളുവെളുത്ത മനുഷ്യന്മാരെ കണ്ടപ്പോൾ വരണ്ടോടുകയാണ്. അത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നത് ഈ ഉമ്മത്ത ബഹുമാനികളെ. അപ്പോൾ ബാബാ മുസ്ലിയാരെ, ഞങ്ങൾക്ക് ബലമായിട്ടൊരു സംശയമുണ്ടല്ലോ. എന്നാ ഈ കറുവാപ്പശി എന്ന് പറയണം, അപ്പം ശരിയല്ലേ? കാരണം അവരല്ലേ ഇവിടുത്തെ കാരണവന്മാർ. ഇപ്പം മുസ്ലിയാർ തന്നെ പറഞ്ഞല്ലോ, ഇവിടുത്തെ സംസ്കാരം തോടലാണ്, തീണ്ടലാണ്, സവർണമാണ്, ആധിപത്യമാണ്. അണ്ട, കറുത്തവന് വെളുത്തവനെ കണ്ടുകൂടാ, വെളുത്തവൻ നടക്കുന്ന വഴിയിലൂടെ കറുത്തവൻ വന്നുകൂടാ, വെളുത്തവന് പാത്രത്തിൽ കഞ്ഞി കുടിക്കാൻ പാടില്ല, വെളുത്തവൻ കോരുന്ന കിണറിനകത്ത് കറുത്തവനക്ക് കോരാൻ പാടില്ല, മാറ് വളർന്നാൽ പെൺകുട്ടികൾ മാറ് മറയ്ക്കാൻ പാടില്ല, ഋതുമതിയായി കഴിഞ്ഞാൽ വീട്ടിൽ കിടക്കാൻ പാടില്ല. ഇതല്ലോ ഇവിടുത്തെ ഈ ഭാരതത്തിൻ്റെ എന്താപ്പം അതിന് പറയുക, ജീർണിച്ച സംസ്കാരം. അതിനങ്ങനെ പറയാൻ പറ്റുള്ളൂ, മനുഷ്യൻ്റെ സംസ്കാരം അല്ലതെന്നും. എത്രയോ പെൺകുട്ടികളെ കാട്ടാളന്മാർ കടിച്ചു കീറി ബഹുമാനികളെ, എത്രയോ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കാട്ടുമൃഗങ്ങൾ കടിച്ചു തിന്നു ബഹുമാനികളെ. എന്തിൻ്റെ പേരിൽ? അശുദ്ധിയായതിൻ്റെ പേരിൽ, മെൻസസ് ആയതിൻ്റെ പേരിൽ വീട്ടിൽ കിടക്കാൻ പാടില്ല, പുറത്തുപോയി കിടന്നോളണം. ഇന്നും ആ സംസ്കാരമൊക്കെ നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ട നിലയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ ബഹുമാനികളെ, ഇവരിങ്ങനെ ഓടിയപ്പോൾ ശരിക്കും ഈ പറയുന്നത് ശരിയല്ലേ? അവരല്ലേ ഇവിടുത്തെ തറവാട്ടുകാർ? 40 കൊല്ലക്കാലം ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് അബുൽ ബഷർ നബിയുന ആദം അലൈഹിസ്സലാം പരിപാവനമായ ഹറമിലേക്ക് കാൽനടയായിട്ട് ഹജ്ജ് യാത്ര ചെയ്തു. ഇതൊന്നും ഖുർആനിൻ്റെയോ ചരിത്രത്തിൻ്റെയോ തെളിവുകളൊന്നും വേണ്ട, ഇവിടുത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചങ്ങൾ മാത്രം നിങ്ങൾ എടുത്തു നോക്കും. ഇതൊക്കെ യഥാർത്ഥമാണോ? 40 കൊല്ലക്കാലം ഇന്ത്യയിൽ നിന്ന് പരിശുദ്ധമായ ഹറമിലേക്ക്, മക്കായിലേക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്ന് ഹജ്ജ് ചെയ്തെങ്കിൽ ആരാണ് ഇവിടുത്തെ തറവാട്ടുകാർ? ഇത് തന്നെയാണ് മക്കയിലും സംഭവിച്ചത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം അങ്ങ് കഴിഞ്ഞു. നൂറ്റാണ്ടുകളോളം പ്രവാചകന്മാർ വരാതിരുന്നപ്പോൾ ശൈത്താൻ നന്നായിട്ട് ഇവിടെ സ്വാധീനം ചെലുത്തി. നിസാര ടൈം തൂർസീനായിലേക്ക് പോയ മൂസാ നബി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ ഇട്ട് പശുവിനെ ഓടിക്കൽ തുടങ്ങി മൂപ്പര്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ സമയം കിട്ടിക്കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കുമോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ദീർഘമായൊരു കാലഘട്ടം പ്രവാചകരില്ലാതെ ഇവിടെ കിടന്നപ്പോൾ നന്നായിട്ട് മുതലാക്കി. 360ഓളം വിഗ്രഹങ്ങളെ പരിശുദ്ധമായ കഴുവായിൽ കയറ്റി സ്ഥാപിച്ചു. ഇതെല്ലാം അവൻ്റെ സ്വാധീനമാണ്. ആ സ്വാധീനം ഇന്ത്യ രാജ്യത്തുമുണ്ടായി. ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ഇവിടെ ജീവിക്കണ്ട, ഭർത്താവിനെ കത്തിക്കുന്ന ചതയിലേക്ക് ഭാര്യ ചാടി മരിച്ചു കൊള്ളണം, അതിന് വലിയ പ്രതിഫലമുണ്ട്. ഇതെല്ലാം ശൈത്താൻ കൊണ്ടുവന്ന സ്വാധീനങ്ങളാണ്. ആ സ്വാധീനം ഇവിടെ നിലനിൽക്കുമ്പോൾ പരിശുദ്ധമായ മക്ക രാജ്യത്ത് അഷ്റഫുൽ ഖൽഖിനെ അല്ലാഹു തആല ഉദിപ്പിച്ചതുപോലെ ഈ രാജ്യത്തേക്ക് റസൂലുള്ളാഹിന്റെ വെളിച്ചം അല്ലാഹു തആല കടത്തിക്കൊണ്ടുവരികയാണ്. അതാണ് 11 സംഘം. പാരമ്പര്യം ഈ പറയുന്ന ആർക്കുമല്ല, ഇവിടെ താൽക്കാലികമായിട്ടുണ്ടായതാണ്. പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്താ, 11 അംഗം ഇവിടെ വന്നപ്പോൾ ഇന്ന് നമ്മളീ കാണുന്നതൊന്നും അവർ കൊണ്ടുവന്നില്ല. അവരെന്താ കൊണ്ടുവന്നത്? അവരിവിടെ വന്നിറങ്ങുമ്പോൾ കറുകറുത്ത മനുഷ്യന്മാർ വരണ്ടോടുകയാണ്. കൈകൊട്ടി വിളിച്ചു, യാഹി താഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല, ഇവരും കൂടെ എന്തിയാടാൻ കഴിയുന്ന വെച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? പൊട്ടം വർത്താനം പറഞ്ഞാൽ ഞാൻ അണിഞ്ഞു ഇനി വരാൻ. അപ്പോൾ ഇതൊരു വലിയ അത്ഭുതം. വെളുത്ത മനുഷ്യന്മാർ ഞങ്ങളെ കൈയാട്ടി വിളിക്കണോ? ഈ ലോകത്തില്ലാത്തവൻ പോണ്.
പരിഭ്രമിച്ചും പേടിച്ചും അടുത്തേക്ക് ചെന്നപ്പോൾ പുറത്തേക്കുന്ന തലോടി ഒന്ന് സമാധാനിപ്പിച്ചു. ഇത് അതിലും വലിയ അത്ഭുതം. കറുത്ത ഞങ്ങളെ തൊടണ. ബഹുമാനികളെ, ഇത്രയും സ്നേഹവാത്സല്യം കണ്ടപ്പോൾ ഈ നാട്ടുകാരായ കറുകറുത്ത വർഗക്കാർക്കൊരു വലിയൊരു താല്പര്യമായി അവരോട്. ഇവരെന്ത് ചെയ്തെന്നറിഞ്ഞോ? ഈ വിദേശത്ത് നിന്ന് പാടുപെട്ടി കടലിൽ നിന്ന് കരയിൽ വന്നിറങ്ങിയവരെ ഒന്ന് സ്വീകരിക്കാൻ അടുത്ത കണ്ട തെങ്ങിൻ്റെ മുകളിലേക്ക് കയറി. പറഞ്ഞുകൊണ്ട് മുകളിൽ കയറി കൊലയൊരെണ്ണം വെട്ടി താഴത്തേക്ക് കൊണ്ടുവന്നു. മൂടി ചെത്തി ഈ ബഹുമാനപ്പെട്ട ഈ സംഘത്തിൻ്റെ സഹാബാക്കളിൽപ്പെട്ട സംഘത്തിൻ്റെ നേരെ നീട്ടുമ്പോൾ പച്ചവെള്ളം കുടിച്ചിട്ട് എത്ര ദിവസമായി? മാസങ്ങളായി. മക്കയിൽ നിന്ന് മദീനന്ന് പോന്നിട്ട് മാസങ്ങളായി. ഇത് നല്ലൊരു പാനീയമല്ലേ, ആദ്യം തന്നെ മേടിച്ചങ്ങോട്ട് കുടിച്ചേക്കാം. നമുക്ക് നഷ്ടപ്പെട്ടത് അവർ കൊണ്ടുവന്നത്. ഇവർ ചോദിച്ചു, ഇങ്ങനെയാണ് കഴിക്കണേ, എവിടെ നിന്നാണ്? അല്ലാണ്ട് അറബി ചോദിച്ചാൽ അവർക്ക് അറിയില്ലോ എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും പറയാനറിയില്ല. അവരോട് കാണാൻ പാടില്ല അല്ലേ, ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പം അടുത്ത ചോദ്യം അതല്ല എങ്ങനെയാ? ഞങ്ങൾ തെങ്ങ് കണ്ടു, കയറി ഇട്ടു, ഞങ്ങളുടെ പടി അതാണ്. തെങ്ങ് കണ്ട കയറായിടില്ല, കുറച്ചെത്തിയ കൊടുക്കുക ഇതിൻ്റെ കടി. അപ്പം ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലോ. അതിങ്ങനെയാണ്. ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ സമുദായത്തിൽ ഒരു വിഭാഗം വരും. നബി സഹാബാക്കളെ, യുസല്ലൂന കമാ തുസല്ലൂൻ, യസൂമൂന കമാ തസൂമൂൻ, യുസക്കൂന കമാ തുസക്കൂൻ. നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കാരമുണ്ട്, നിങ്ങൾ നോമ്പെടുക്കുന്നവരൊരു നോമ്പെടുക്കും, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരൊരു സക്കാത്ത് ചെയ്യും. അവർ രാത്രിയിൽ വല്ലാതെ പരിശ്രമിച്ച് തഹജ്ജുദൊക്കെ നിസ്കരിക്കും. എന്നാൽ ഇതാ റായത്തും ദിർഹമൻ ഹറാമൻ, ഒരു ഹലാലല്ലാത്ത വഴിയിൽപ്പെട്ട ഒരു ഹറാമായ ഒരു ദിർഹം അവർ കണ്ടാൽ വഹബു അലൈഹി കദ്ദഅബി, ചെന്നായ ചാടുന്നത് പോലെ ആ നാണയത്തൊട്ടിലേക്ക് അവർ ചാടി വീഴും. അങ്ങനെ ചാടുന്നതിൻ്റെ പേരിൽ ഇവർ ഈ വാരിക്കൂട്ടിയ അമാലുകളെല്ലാം അഹ്ബത്തല്ലാഹു അമാലുഹും, മൊത്തം നഷ്ടപ്പെട്ടു പോകും സഹാബത്തെ എന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. പറ, എന്നെ പറ്റിയാണോ നബി തങ്ങളാ സൂചിപ്പിച്ചത്? നിസ്കാരം ധാരാളമുണ്ട്, നോമ്പ് അതിനേക്കാളുമുണ്ട്, സക്കാത്തും സദക്കയും അതിലും കൂടുതലുണ്ട്. പക്ഷേ ഒരു നാണയം, ഒരു തുക ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്കൊന്ന് നമ്മുടെ കയ്യിലേക്ക് ആക്കാൻ പറ്റും? തങ്ങളുടെ ശൈലിക്ക് ചെന്നായ എറിയെ കാണുമ്പോൾ ചാടി വീഴുന്നത് പോലെ ഹറാമായ ഒരു സ്വത്ത് കണ്ടാൽ ചാടി വീഴുന്ന അവസ്ഥ. ബഹുമാനികളെ, നമുക്ക് നഷ്ടപ്പെട്ടത് മുൻഗാമികൾ കൊണ്ടുവന്നത് ആ അമലിൻ്റെ പേരാണ് തഖ്വ. ഇതാണിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. മുൻഗാമികൾ കൊണ്ടുവന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് സമർപ്പിക്കുന്നതിൻ്റെ പേര് കൂടിയാണ് തഖ്വ. എല്ലാം അള്ളാഹുവിന് വേണ്ടി. ഇന്ന് നമുക്കെല്ലാം ഉണ്ട് ബഹുമാനികൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കിന്ന് എന്താണില്ലാത്തത്? നമുക്കിന്ന് എല്ലാം കൂടുതലുള്ളത് നമുക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പള്ളികളുള്ളത് മുസ്ലിം സമുദായത്തിനാണ്. ഏറ്റവും കൂടുതൽ അറബി കോളേജുകളും മതസ്ഥാപനങ്ങളും ഉള്ളത് മുസ്ലിം സമുദായത്തിനാണ്. ഏറ്റവും കൂടുതൽ അനാഥശാലകളുള്ളത് മുസ്ലിം സമുദായത്തിനാണ്. അല്ലേ? നിങ്ങൾ പറ, വേറെ ആർക്കാ ഉള്ളത്? ഞാൻ നാരായണ ഗുരുവിൻ്റെ ഒരു ജന്മദിനത്തിന് ആ അങ്കമാലിയിലൊരു ഓഡിറ്റോറിയത്തിൽ എന്നെ വിളിച്ചു. ആ പള്ളിയിലെ ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛനും ഉണ്ടായില്ല, വർക്കലയിലൊരു സ്വാമി ഉണ്ടായി, കുറേ നിറച്ച ആൾക്കാരുണ്ട്. അവിടെ ഒരു ഹാളിലാണ്, അവിടെ ടൗണിൽ തന്നെ. എല്ലാ മഞ്ഞ സാരിയും മഞ്ഞ ബ്ലൗസും ഇട്ട് കുറേ പെണ്ണുങ്ങളും ആകെ മഞ്ഞപ്പുണ്ട് പുതപ്പിച്ചേക്കും. അങ്ങനെ സ്വാമി, വർക്കലയിലെ സ്വാമി പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ പറഞ്ഞു, നാരായണ ഗുരുവിൻ്റെ പേരിൽ നിങ്ങൾ ഈ മഞ്ഞ സാരിയും മഞ്ഞ ബ്ലൗസും ഇട്ടതുകൊണ്ടൊന്നും നാരായണ ഗുരു ദർശനം ഈ ലോകത്തുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഈ അങ്കമാലി പട്ടണം മൊത്തം മഞ്ഞ തോരണം കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടും നാരായണ ഗുരു ദർശനം ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. നാരായണ ഗുരുവിൻ്റെ ദർശനം ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ, നിങ്ങളുടെ തലമുറ നാരായണ ഗുരുവിനെ ഏറ്റെടുക്കണമെങ്കിൽ, ഞങ്ങളുടെയെല്ലാം മുസ്ലിം സ്ഥാപനങ്ങളിൽ പള്ളികളുടെ ഓരത്ത് മദ്രസ എന്ന് പറയുന്ന ഒരു കെട്ടിടം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാം മക്കൾക്ക് ഇസ്ലാമികപരമായ വിജ്ഞാനം കൊടുക്കുന്നത് പോലെ നാരായണ ഗുരു ദർശനം പഠിപ്പിക്കാൻ നിങ്ങളുടെയൊക്കെ SNDP സ്ഥാപനത്തിൻ്റെ ചേർന്നൊരു ഷെഡുണ്ടാക്കി സ്കൂളുകളിലുള്ള ഒഴിവുള്ള ദിവസങ്ങളിലെടുത്ത് ഞങ്ങളൊക്കെ മദ്രസ നടത്തുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ദർശനം പഠിപ്പിക്കാൻ തയ്യാറായാൽ ഭാവിയിൽ നാരായണ ഗുരു ദർശനം ഇവിടെ നിലനിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ
ആ സദസ്സിലുള്ള ആ പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളെല്ലാം കൈ കൊട്ടി അവിടെ നിന്നു. കുലതൊക്കെ ഇവർ വിളിക്കാൻ അവർക്ക് അറിയാൻ പാടില്ല, അവരെല്ലാം കൈ കൊട്ടി. അപ്പം എന്താ കൈ കൊട്ടിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഈ പറഞ്ഞത് സത്യമാണ്. ബഹുമാനികളെ, ഇവിടെ അവർക്കൊന്നും ഒരു മദ്രസയില്ല, അവരൊക്കെ ആരും ഒരു ദർശനവും പഠിപ്പിക്കണില്ല. ഇന്നിപ്പോൾ ഒരു മന്ത്രി പറഞ്ഞേക്കണ്ടില്ലേ, ദേവസ്വം ബോർഡ് അല്ല അമ്പലത്തിൻ്റെയൊക്കെ പണം എല്ലാം സർക്കാർ പിടിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി കൊടുത്തണ മറുപടി ഉണ്ടോ? ആ മൂപ്പര് പറഞ്ഞേക്കൊണ്ട് ഒരു നയാ പൈസ ഒറ്റ അമ്പലത്തിൻ്റെയും സർക്കാർ എടുക്കുന്നില്ല, കോടിക്കണക്കിന് രൂപ ഉത്സവം നടത്താൻ വേണ്ടി സർക്കാർ അമ്പലങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ടതാണ്. പടച്ചവനെ, അതിൻ്റെ ആ കോടിക്കണക്കിന് പറഞ്ഞതിൻ്റെ ഒരു ശതമാനമെങ്കിലും ഈ പള്ളിക്ക് വന്നിറങ്ങി. നമ്മുടെയൊക്കെ എന്തോരം കാശമാനികളെ കൊണ്ടുപോകണത് വക്ക് ബോർഡിലേക്ക്. ഞാനങ്ങ് ഒരു പക്ഷേ അങ്കമാലിക്ക് കിട്ടി, ഞാൻ കണ്ടിട്ടില്ല. അവിടുന്ന് കൊല്ലം തോറും കണക്ക് കുറഞ്ഞ കാശ് വക്ക് ബോർഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ വക്ക് ബോർഡിലേക്ക് കൊണ്ടുപോകണം സർക്കാരിലേക്കല്ലേ കൊണ്ടുപോകണേ. എൻ്റെ ബഹുമാനികളെ, ഞാൻ പറഞ്ഞു എന്നാന്നറിയോ, എല്ലാവിധ സംവിധാനങ്ങളും നമുക്കുണ്ട്, ഇതൊന്നും മുൻഗാമികൾക്കുണ്ടായില്ല. നിങ്ങൾ പറ, 11 പേരിവിടെ വന്നത് ഇതുകൊണ്ടാണോ? ഉണ്ടായില്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം അദ്ദേഹം സൂചിപ്പിച്ചില്ലേ, ഏറ്റവും കൂടുതൽ സംഘടനയുള്ളത് ആർക്കാ? മക്കടങ്ങി. അത് മതസംഘടന മാത്രമല്ല, നിങ്ങൾ രാഷ്ട്രീയ സംഘടന എടുത്തു നോക്കി. നസ്രാണിക്ക് ബോധമുണ്ട്, അവനങ്ങനെ സംഘടന ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മറ്റവർക്ക് അതിനേക്കാൾ കൂടുതൽ ബോധമുണ്ട്, അവരും ഉണ്ടാക്കിയിട്ടില്ല. നമുക്കാണ് സംഘടനകൾ കൂടുതൽ, അല്ലേ? രാഷ്ട്രീയ സംഘടന കൂടുതൽ ആർക്കാണ്? ഏറ്റവും കൂടുതൽ പത്രം പ്രസിദ്ധീകരിക്കുന്നത് ഈ കേരളത്തിൽ ആരാ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ല. ആ കാര്യത്തിലൊക്കെ അവർക്ക് ദൂരമുണ്ട്. ഞാൻ വടക്കൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോഴേ ചോറ് തിന്നാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഈ വഴിക്കോടെ ഒരു ചങ്ങാതി ഇങ്ങനെ നടന്നുകൊണ്ട്, അപ്പോൾ ഈ സംഘാടകൻ എടാ വണ്ടി നിർത്തണം, മൂപ്പനെ കയറ്റാമെന്ന് പറഞ്ഞു. നാട്ടിലെ അവിടുത്തെ ഒരു വേണ്ടപ്പെട്ട ആക്കാണ്, മൂപ്പലേനെ അങ്ങനെ വണ്ടിയെ കയറ്റി. അങ്ങനെ അവരിങ്ങനെ തമ്മിൽ വർത്തമാനം പറയാണ്. ആ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ ഈ വീട്ടുകാരൻ പറയാണ്, ഈ വണ്ടിയെ കയറിയ ആൾ, എടാ അവന്മാർ ആ പേപ്പറിൻ്റെ വരിസംഖ്യ ഇടിപ്പിക്കാൻ ഇന്നും വന്നിട്ടുണ്ടായി. ആഹാ, എന്നിട്ട് അയാളെന്താ ചെയ്തേ? എനിക്ക് ഇറങ്ങിപ്പോണ്ടേ, അവന്മാർ വീട്ടിൽ നിന്ന് പോകണ്ടേ? ഞാൻ പറഞ്ഞു, ഇവിടെ നിലവിൽ 4 പത്രം വന്നുണ്ട്, ഞാനും പെണ്ണുമ്പിള്ളയും മാത്രമേ ഇവിടെ ഉള്ളൂ. എനിക്കും മലയാളം വായിക്കാൻ അറിയാൻ പാടില്ല, പെണ്ണുമ്പിള്ളയ്ക്കും മലയാളം വായിക്കാൻ അറിയാൻ പാടില്ല. വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല. പിന്നെ ഒരു കൊല്ലത്തേക്ക് എഴുതി, അല്ലാണ്ട് പിന്നെ എന്തുട്ടാണ്? 5ാമത്തെ പത്രമാണ് ഇപ്പോൾ എടുത്തത്. 4 പത്രം വീട്ടിൽ കിടപ്പുണ്ട്, അങ്ങേർക്ക് പടം കാണാൻ കൂടെ അറിയാൻ പാടില്ല. നിങ്ങൾ പറയാത് എന്തിനാണിത്? പറ. ഇതെല്ലാം ആരുടെ പണാടാവേ? ഞാനിപ്പോൾ ഇതൊന്നും അല്ല വിഷയാക്കണേ. ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഏത് രംഗത്താ പുറകിലുള്ളത്? എല്ലാ രംഗത്തും നമ്മൾ മുന്നിൽ തന്നെയാണ്, എല്ലാ രംഗത്തും മുന്നിലാണ്, സാമ്പത്തികമായും മുന്നിൽ തന്നെയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ താഴെയാണ്. എല്ലാ നിലയ്ക്കും പാരമ്പര്യവും, എല്ലാ നിലയ്ക്കും ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ തറവാടിത്തവും, എല്ലാ നിലയ്ക്കും അന്തസ്സും അവകാശപ്പെടാൻ അർഹതപ്പെട്ടവരായി മുസ്ലിം ഉമ്മത്ത്. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും മുമ്പിൽ നിന്ന് പടപൊരുതിയത് ആരാ? നിങ്ങൾ പറ. ഈ രാജ്യത്തെ ആരാ പടപൊരുതിയത്? ഒരു കുഞ്ഞാലി മാത്രമൊന്നുമല്ല, ഒരു ആലി മുസ്ലിയാർ മാത്രമല്ല, ഒരു അഹമ്മദാജി മാത്രമല്ല, ഒരു പിന്നെ മമ്പറന്തങ്ങൾ മാത്രമല്ല, ഒരു കുഞ്ഞാലി മരക്കാർ മാത്രമല്ല, ആയിരക്കണക്കിന് ബഹുമാനപ്പെട്ട ഇന്ത്യ രാജ്യത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട മൗലാന അബുൽ കലാം ആസാദ് ഡൽഹി ജുമാ മസ്ജിദിനകത്ത് എഴുത്തിക്കാഫിരിക്കുമ്പോഴേ ജനങ്ങൾ ഇന്ത്യ രാജ്യത്ത് നിന്നും നിഷേധികളായ വെള്ളക്കാർ പോയതിൻ്റെ സന്തോഷം പങ്കിടാൻ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വിശാലമായ സ്റ്റേജ്. ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായം ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ ചെറുതല്ല ബഹുമാനികളെ. പക്ഷേ രാജ്യത്തിനെ കലാപമാക്കി മാറ്റാൻ, രാജ്യത്തിനെ നശിപ്പിക്കാൻ, ഈ രാജ്യത്തിന് നീതിയില്ലായ്മ ചെയ്യാൻ, ഈ രാജ്യത്തിന് സമാധാനം കടത്താൻ ഒരു വിഭാഗം തീവ്രവാദികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? തീവ്രവാദി എന്ന് പറയുമ്പോൾ തലയെക്കെട്ടും താടിയും മക്കനെ നിസ്കാരത്തായുമ്പോൾ തെളിയുന്നത് അതല്ല തീവ്രവാദി, അത് മര്യാദക്കാരാണ്. പക്ഷെ ലോകത്തുനിന്ന് യഹൂദൻ IS എന്ന പേരിട്ടോടെടുത്തിട്ട് അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. യഥാർത്ഥം ഞാനീ പറയണത് അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മൗലാന അബുൽ കലാം ആസാദ് പള്ളിക്കകത്ത് എഴുത്തിക്കാഫിരിക്കുമ്പോൾ ജനങ്ങൾ ഡൽഹിയിൽ വന്നിങ്ങനെ നിറഞ്ഞു. വിശാലമായ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, രാജേന്ദ്ര പ്രസാദ് ഉണ്ട്, വല്ലഭായ് പട്ടേലുണ്ട്. നിറഞ്ഞുകൂടിയതായ ജനങ്ങൾ കുശുകുശുക്കാൻ തുടങ്ങി. മൗലാന എവിടെ പോയി? ചുമ്മാ അങ്ങേരുടെ മുമ്പിൽ മൗലാന എന്ന് എഴുതിയതല്ല ബഹുമാനികളെ, അദ്ദേഹം വിവരമുള്ള ആളായിരുന്നു. നമുക്കൊക്കെ ഇതാണ് പറ്റിയിരിക്കുന്ന പരാജയം. ഈ സമുദായം ഇന്ന് പഠിക്കാൻ തയ്യാറല്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴേ പന്ത് കളിച്ചിട്ടപ്പോൾ ഈ മഗ്രിബിൻ്റെ ജമാഅത്ത് എൻ്റെ തൊട്ടടുത്തുള്ള നിസ്കാരപ്പള്ളി നിസ്കരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. തൊട്ട് ഇപ്പുറത്ത്
ഞാൻ ഈ നിസ്കരിച്ച പള്ളിയുടെ അപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് വിളിച്ചാൽ വിളിയാക്കാവുന്ന സ്ഥലത്ത് പന്തുരുട്ടി കളിച്ചതാ ഈ സമുദായത്തിൻ്റെ മക്കൾ തന്നെ. വേറൊരു മതക്കാരവിടെ താമസിക്കുന്നില്ല. നിറയെ റോട്ടിലേക്ക് ഇങ്ങനെ ഈ പന്തും പിടിച്ചോണ്ട് ചെരുപ്പൊക്കെ ഊരി പിടിച്ചോണ്ട് കയറി വരികയാണ്. വണ്ടി വരെയും അവർ കടത്തിവിടാൻ തയ്യാറില്ല. അങ്ങനെ ചിന്തിച്ചു നോക്കുക, എന്ത് സംസ്കാരം ഈ മക്കളൊക്കെ പഠിച്ചു വന്നത്. തൊട്ടടുത്ത് അവിടെ ജമാഅത്ത് നടന്നിട്ട് നിസ്കാരം ടൈം കലായാകാൻ പോവുകയാണ്. അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. സമുദായത്തിൻ്റെ മക്കളൊക്കെ ഇങ്ങനെ വളർന്നു വരും അഭിമാനികളെ, ദീനിനെ പറ്റി പഠിക്കാൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൗലാന അബുൽ കലാം ആസാദ് ചുമ്മാ മൗലാന എന്ന് എഴുതിയതല്ല. പരിശുദ്ധ ഖുർആൻ ട്രാൻസ്ലേഷൻ അദ്ദേഹം നടത്തിയതാണ്. ഖുർആൻ പരിഭാഷപ്പെടുത്താൻ വിവരമുള്ള ആളാണ് അയാൾ. അതുകൊണ്ടിട്ടാണ് മൗലാന. ജനങ്ങളെല്ലാം ഇങ്ങനെ നിരന്ന് സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് നേതാക്കൾ. പക്ഷേ സദസ്സിലുള്ളവർ ഇങ്ങനെ കുശൂഷിക്കാൻ തുടങ്ങി, മൗലാന എവിടെ, മൗലാന എവിടെ, മൗലാന എവിടെ, മൗലാന എവിടെ. ഈ ചോദ്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി തന്നെ ജവഹർലാൽ നെഹ്റു ഡൽഹി ജുമാ മസ്ജിദിൻ്റെ വാതിൽക്കൽ ചെന്നിട്ടുണ്ടായി. വിളിച്ചു, മൗലാന, ഇന്ത്യ രാജ്യത്ത് നിന്ന് വെള്ളക്കാരിത പരിപൂർണമായിട്ടും ഒഴിവായി കഴിഞ്ഞു. പള്ളിക്കകത്തുനിന്ന് പുറത്തേക്ക് കടക്കാതെ നെഞ്ചത്തേക്ക് ഇങ്ങനെ കൈവച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് എൻ്റെ സഹോദരങ്ങൾ സഹോദരിമാർ ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയെങ്കിലും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. ഉണ്ടോ? ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് എന്ന് മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞെങ്കിൽ അത് പരമാർത്ഥം തന്നെ ബഹുമാനികളെ. 10,000-കണക്കിന് മനുഷ്യർ ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ട് നിങ്ങൾ തിരൂർ ചെന്ന് നോക്കിയ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നത്. വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഉമ്മത്തിനെ തിരികെ കയറ്റി ഇവിടെ നിന്നും കൊണ്ടുപോയതാണ്. അതിനകത്ത് കിടന്ന് മരിച്ചു. ഇതെല്ലാം ഈ രാജ്യത്ത് സംഭവിച്ചതാ. ഹജ്ജിന് പോകാൻ വേണ്ടി കപ്പലിലേക്ക് കയറിയതായ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളടക്കമുള്ള ആബാലവൃദ്ധത്തിനെ കപ്പലോടുകൂടി മുക്കി നശിപ്പിച്ചു. ഇതെല്ലാം ഇവിടെ ഉണ്ടായതാണ്. മുൻഗാമികൾക്ക് ഉണ്ടായതൊക്കെ പിൻഗാമികൾക്കും ഉണ്ടാകും ബഹുമാനികളെ. ഹസിബത്തും തദ്ഖുലുൽ ജന്ന. പോട്ടെ അതിലേക്ക് നീങ്ങുമ്പോൾ ഇതൊരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാം പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? 10,000-കണക്കിന് എൻ്റെ സഹോദരങ്ങൾ സഹോദരികൾ ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയെങ്കിലും അൽഹംദുലില്ലാഹ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. അന്തമാനിൽ ചെന്ന് നോക്കി, എന്താണ് ഈ അന്തമാനിൽ? പക്ഷെ അന്തമാനിൽ ചെന്നാൽ ആ ജയിലറ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടെയും പേരുകൾ കൂടുതലും എഴുതി വച്ചിരിക്കുന്നത് ഇതര മതത്തിൽപ്പെട്ടവരാണ്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ചിട്ട് നാട് കടത്തിയതാണ്. പക്ഷെ ഒരു പരമാർത്ഥം നിങ്ങൾക്ക് അവിടെ ചെന്നാൽ കാണാം. അവിടെ ജയിലിനകത്ത് എഴുതി വച്ചിരിക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഭൂരിപക്ഷം മറ്റവരുടേതാണെങ്കിലും അവിടുത്തെ നാടിനെല്ലാം ഈ നാട്ടിലെ മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ പേരാണ്. താനൂർ അവിടെയുണ്ട്, തിരൂർ അവിടെയുണ്ട്, പെരിന്തൽമണ്ണ അവിടെയുണ്ട്. ഈ നാട്ടിലുള്ള എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കടത്തിയിട്ട് അവിടെ ചെന്നപ്പോൾ അതുങ്ങളിൽ നിന്ന് ജീവൻ കിട്ടിയത് ആ നാട്ടിൽ താമസിച്ചപ്പോൾ ആ നാടിൻ്റെ പേരിട്ടു, സ്വന്തം നാടിൻ്റെ പേര്. അതാണ് അവിടെ ചെന്ന് നിങ്ങൾക്കറിയാം. കൂടുതലും നമ്മുടെ നാടിൻ്റെ പേരുകളാണ്. പോട്ടെ ബഹുമാനികൾ, അപ്പം ഇതെല്ലാം ഇവിടെ സംഭവിച്ചതല്ലേ? അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്ത് എൻ്റെ സഹോദരങ്ങൾ സഹോദരികൾ 10,000 രക്തം ചിന്തിയെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയല്ലോ മൗലാന പിന്നെ നെഹ്റുവേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സംഗമം നടക്കുന്നുണ്ട്, സന്തോഷത്തിൻ്റെ ഒരു സമ്മേളനം. ബഹുമാനപ്പെട്ട മൗലാന സ്റ്റേജിലേക്ക് വരണം. അദ്ദേഹം ഒരു കുറിപ്പെഴുതി ജവഹർലാൽ നെഹ്റുവിൻ്റെ കൈ കൊടുത്തു. ആളുകൾ സദസ്സിലിരുന്ന് മൗലാന എവിടെ, മൗലാന എവിടെ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റ് മൈക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് തൻ്റെ പോക്കറ്റിൽ ഒരു കടലാസ് കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. ബഹുമാന്യ മഹാജനങ്ങളെ, ഇന്ത്യ രാജ്യത്ത് നിന്ന് ധിക്കാരികളായ വെള്ളക്കാരെ ആട്ടിപ്പായിച്ചതിൻ്റെ ആനന്ദം പങ്കിടാൻ നാം എല്ലാം ഈ ഡൽഹിയിൽ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ വ്രതകാലമാകുന്ന റമദാൻ അതിൻ്റെ അവസാനത്തെ 10-ലെത്തി നിൽക്കുകയാണ്. അവസാനത്തെ 10-ൽ പുരുഷന്മാർ ധാരാളം പള്ളിക്കകത്ത് ഭജന ഇഴ്ത്തിക്കാഫ് ഇരിക്കുകയാണ്. ആ ഇഴ്ത്തിക്കാഫിനകത്ത് ഞാനും പെട്ടതുകൊണ്ട് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്ന് തൽക്കാലം എനിക്കിപ്പോൾ പുറത്തേക്ക് വരാൻ നിവൃത്തിയില്ല. ചെറുപെരുന്നാളിൻ്റെ ഈദുൽ ഫിത്തറിൻ്റെ പിറ കണ്ടതിൻ്റെ ശേഷമാണ് ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങൾക്കും എൻ്റെ എല്ലാവിധ വിജയ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു എന്ന് നിങ്ങളുടെ മൗലാന അബുൽ കലാം ആസാദ്. ഇത് ജവഹർലാൽ നെഹ്റു ഈ കടലാസിൻ്റെ കഷ്ണമെടുത്ത് മൈക്കിലൂടെ ഇങ്ങനെ വായിക്കുമ്പോൾ സദസ്സൊന്നടങ്കം കൈവക്കി. മൗലാന ഖീ, അബുൽ കലാം ആസാദ് ജയ്. നിങ്ങൾ പറ ചങ്ങാതിമാരെ, നൂറ്റാണ്ടുകാലം ഈ രാജ്യം ഈ മുസ്ലിം ഉമ്മത്ത് ഭരിച്ചെങ്കിൽ ആരെയും കൊന്നിട്ടാണോ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇന്ന് ഇതുപോലെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ കീ പറയാൻ
ഇങ്ങനെ ജയ് പറയാൻ ഈ രാജ്യത്തുണ്ടോ ബഹുമാനികൾ? നിങ്ങൾ പറ, ഈ രാജ്യത്തുണ്ടോ? എന്തുകൊണ്ടില്ലാതെയായി? മുസ്ലിം ഉമ്മത്ത് ചത്ത ശവമായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലിൽ മുഹയാത്തുൽ ഇസ്ലാം. എന്താണ് ഈ ഇസ്ലാം എന്നുള്ളതിനെ സംബന്ധിച്ച് സമൂഹം പഠിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ സമുദായം ചത്ത ശവത്തിൻ്റെ സ്ഥാനത്തായി. ചത്ത ശവത്തിനെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അതങ്ങൊഴുകും. ആ വെള്ളം പോകുന്ന റൂട്ടിൽ വഴിക്കോടെ അതങ്ങോട്ട് ഒഴുകും. മുസ്ലിം ഉമ്മത്തിൻ്റെ ജീവിതം ഇന്ന് അങ്ങനെയാണ്. സഹോദര സമുദായത്തിൽപ്പെട്ടവനെ എന്താണോ കാണിക്കുന്നത്, എന്താണോ ക്രിസ്തു സംസ്കാരം, എന്താണോ ജൂത സംസ്കാരം, എന്താണോ ഹിന്ദു സംസ്കാരം, എന്താണോ മജൂസി സംസ്കാരം, അത് ഈ മുസ്ലിം ഉമ്മത്ത് കാണുമ്പോൾ ഇതാണ് ശരിയെന്ന നിലയ്ക്ക് അതിലേക്ക് കൂടുകയാണ്. ഇതല്ല മുസ്ലിം. വെള്ളത്തിലേക്കിട്ടാൽ നീന്തം പഠിച്ചവനാണെങ്കിൽ അവൻ എതിർദിശയിലേക്കോ അല്ലെങ്കിൽ കരയിലേക്കോ നീന്തി കയറുന്നത് പോലെ ഏത് സംസ്കാരത്തിനകത്ത് നീ പെട്ടാലും നിന്റെ സംസ്കാരം നീ ഉറപ്പിച്ചു പിടിക്കാൻ, അതിനകത്ത് നിനക്ക് നിൽക്കാൻ നിനക്ക് മതവിജ്ഞാനം വേണം ബഹുമാനികളെ. അതിൻ്റെ ഒരു വല്ലാത്ത കുറവായി സമുദായം അനുഭവിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താ ബഹുമാനികൾ? നിങ്ങൾ പറ. ഇന്ന് ഇന്ത്യ രാജ്യത്ത് അങ്ങനെയുണ്ടോ? സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ ഉന്നതമാകുന്ന സീറ്റിലിരുന്ന മനുഷ്യനല്ലേ? ആ മനുഷ്യൻ ആ സീറ്റിൽ ഇരിക്കുമ്പോഴല്ലേ ഡൽഹിയിൽ ഒരു പൊതുപരിപാടിക്ക് വരുമ്പോൾ പരവതാനിയിൽ ഇങ്ങനെ ചവിട്ടി വരാൻ പരവതാനി വിരിച്ചിരിക്കുകയാണ്. അപ്പം കാണാം റോട്ടിൽ നിന്ന് പരവതാനി വിരിച്ചതിൻ്റെ 2 ഭാഗത്തേക്കും ഇങ്ങനെ ചാറ്റൽ മഴ പോലെ വെള്ളം ചീറ്റിക്കുന്നു ഫയർഫോഴ്സ്. എന്താണിത്? ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് നോമ്പാണ്. മറുപടി, രാഷ്ട്രപതിക്ക് നോമ്പാണ്. അദ്ദേഹത്തിൻ്റെ നോമ്പിന് ഭംഗം വരും. ബീഡിയുടെയോ സിഗരറ്റിൻ്റെയോ ചുരുട്ടിൻ്റെയോ ഒക്കെ പുകയുണ്ടായാൽ, ആരെങ്കിലും ഇവിടെ വല്ല ബീഡി വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കെടാൻ വേണ്ടി ഞങ്ങൾ വെള്ളം സ്പ്രേ ചെയ്യുകയാണ്. സക്കീർ ഹുസൈനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ച് സ്വീകരിച്ചപ്പോൾ ഇതാണ് കണ്ടതെങ്കിൽ നമ്മുടെ അതേ കസേരയിൽ തന്നെ വേറൊരു മുസ്ലിം ഇരുന്നു. അയാൾ മരിച്ചുപോയി. ഇതിനു മുമ്പിരുന്നയാൾ. അയാളുടെ പേര് നല്ല പേര് തന്നെയാണ്, അല്ലാതെ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇപ്പം ഇരുന്ന ഈ രാഷ്ട്രപതിയുടെ പേര് നല്ല പേരാണ്. പക്ഷേ അതെ, അബ്ദുൽ കലാം നല്ല പേരാണ്. ആ മനുഷ്യൻ റമദാൻ മാസത്തിൽ കേരളത്തിൽ വന്നു. ഞാൻ ആ പേപ്പർ എടുത്തിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. റമദാൻ മാസത്തിൽ ആ മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കിടക്കട്ടെ, ഇപ്പോൾ കബറി കിടക്കുകയാണല്ലോ. പക്ഷേ പറയുകയാണ് ബഹുമാനികളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, അന്നത്തെ ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ അവസ്ഥയും ഇന്നത്തെ അബ്ദുൽ കലാമിൻ്റെ അവസ്ഥയും നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്ക്. ഈ കേരളത്തിൽ ആ മനുഷ്യൻ വരുമ്പോൾ അട്ടപ്പാടിയിലെ ആദിവാസികളെ അന്ന് അടിച്ച് തകർത്തിട്ടിരിക്കുന്നൊരു ടൈമാണ്. ആദ്യം വരുമ്പോൾ ഇയാളിവിടെ വന്നിട്ട് റമദാൻ മാസത്തിൽ അട്ടപ്പാടി സന്ദർശിച്ചു. പകല് നട്ടുച്ച സമയത്ത് അട്ടപ്പാടിയിൽ ചെന്നപ്പോൾ ആദിവാസികൾ തണ്ണിമത്തരം തുറന്നിട്ട് അതിനകത്ത് തേനൊഴിച്ചിട്ട് ജ്യൂസാക്കി അങ്ങോട്ട് കൊടുത്തു. അയാൾ ആ നിന്ന കാലയിൽ മോന്തിയിട്ട് പറഞ്ഞു, വെരി വെരി ഗുഡ്. എങ്ങനെയുണ്ട് അബ്ദുൽ കലാം? എങ്ങനെയുണ്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദ്? എങ്ങനെയുണ്ട്? നിങ്ങൾ പറ. അത് അന്നത്തെ മുസ്ലിം, ഇത് ഇന്നത്തെ മുസ്ലിം ഉണ്ടോ? കാലടി ജുമാഅത്ത് പള്ളിയിൽ ഖത്തീബ് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നട്ടുച്ച വെള്ളിയാഴ്ച ജുമാ ടൈം, അതേ കാലടി പള്ളിയുടെ നേരെ മുമ്പിൽ ശങ്കരാചാര്യരുടെ സ്തൂപത്തിനകത്ത് കയറി അദ്ദേഹം എന്തൊക്കെയോ പണി ചെയ്യുകയായിരുന്നു. ഒരു വെള്ളിയാഴ്ച 2 പ്രാവശ്യം ഇവിടെ വന്നു. 2 പ്രാവശ്യം ഉണ്ടായ സംഭവം ഇതാണ്. ഒരിക്കൽ നോമ്പിൽ അട്ടപ്പാടി പോയി, ഒരിക്കൽ വെള്ളിയാഴ്ച ജുമാ സമയത്ത് കാലടിയിൽ വന്നു. ഇപ്പുറത്ത് ജുമാ അടക്കുമ്പോൾ അയാൾ അപ്പുറത്ത് ശങ്കരാചാര്യരുടെ സ്തൂപത്തിലായിരുന്നു. എന്താ ഇത് സംഭവിച്ചു ബഹുമാനികളെ? ഈ മുസ്ലിം ഉമ്മത്ത് ചത്ത ശവത്തിന് ഇപ്പം എന്താ ചെയ്യുക? അണ്ടിൻ്റെ അടിയിലേക്ക് കുഴിച്ചതില്ല തന്നെ. അത് കരയിൽ കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അതാണിപ്പോൾ ലോകത്ത് നടക്കുന്നത്. ലോകത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ജീവിക്കാൻ പറ്റിയ സാധനമല്ല ഇത്, നിലനിർത്താൻ പറ്റിയതല്ല. അപ്പം എന്ത് ചെയ്യുക? മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ത്തിക്കളയാ. ഉണ്ടാ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. ലോകമെമ്പാടും കൊലപാതകങ്ങൾ വർദ്ധിച്ചെങ്കിൽ കൊല്ലപ്പെടുന്നതെല്ലാം ഈ ഉമ്മത്ത് തന്നെയാണ്. നബി തങ്ങളുടെ വിശാലം ഒരു ഹദീസിൻ്റെ അവസാനം, ഹദീസിൻ്റെ തുടക്കം ഞാൻ പറയുന്നില്ല. യക്തുറുൽ ഹർജ് ഖീല മൽ ഹർജ് യാ റസൂലല്ലാഹ് ഖാല അൽ ഖത്ൽ. ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ കൊലപാതകങ്ങൾ അധികരിക്കും, ഹർജ് അധികരിക്കും. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് ഹർജ് നബിയെ? തങ്ങൾ പറഞ്ഞു, അൽ ഖത്ൽ, കൊലയാണ്. പോട്ടെ ഞാൻ എന്താ ഇങ്ങോട്ടൊക്കെ എത്തിയത്? നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശപ്പെട്ടവരാ. നിങ്ങളാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നവർ. കോടാനുകോടി വിദേശ നാണ്യം ഈ രാജ്യത്തിന് നേടിത്തരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം നിങ്ങളുടെ ഉപ്പാടെ വകയാണ്, നിങ്ങളുടെ വെല്ലുപ്പാടെ വകയാണ്. ആരും ഇതിന് അവകാശവാദം പറയേണ്ട ബഹുമാനികളെ. താജ്മഹാൾ തീവ്രവാദികൾ ഉണ്ടാക്കിയതാണെന്നും നിഷേധികൾ ഉണ്ടാക്കിയതാണെന്നും പറയുന്നുണ്ടെങ്കിൽ അതേ താജ്മഹാൾ ഉണ്ടാക്കിയവർ തന്നെയാ ചെങ്കോട്ട ഉണ്ടാക്കിയത്, അവർ തന്നെയാ കുത്തുബ് മിനാർ ഉണ്ടാക്കിയത്,
അവർ തന്നെയാണ് ബഹുമാനികളെ ഇന്ന് തൊട്ടടുത്തുള്ള മൈസൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം വിദേശികളെ സ്വീകരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയത്. ഇതെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ സ്മാരക ചിഹ്നങ്ങളാണ്, അവർ തന്നെ ഉണ്ടാക്കിയതാണ്. ഒന്നുമില്ല ബഹുമാനികളെ, താജ്മഹൽ ഉണ്ടാക്കാൻ ഇന്ന് ഇവനക്കൊന്നും കഴിയാതെ വന്നപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്. താജ്മഹലിൻ്റെ വിഷയം മാത്രമല്ല, നിങ്ങളുടെ സംസ്കാരത്തിനോട് തുലനിൽക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും സംസ്കാരത്തിന് കഴിയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? നിങ്ങളെ കൊല്ലണം, നിങ്ങളുടെ സംസ്കാരം ഇല്ലായ്മ ചെയ്യണം. അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ സംസ്കാരത്തിലേക്കൊന്നും കടന്നു വന്ന എൻ്റെ ബഹുമാനികളെ എന്നെക്കൊണ്ട് കഴിയില്ല. നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഈ സമുദായം ശുദ്ധീകരിക്കുന്നത് പോലെയുള്ള ശുദ്ധീകരണം, ഈ സമുദായം സുജൂദ് ചെയ്യുന്ന പോലുള്ള സുജൂദ്, ഈ സമുദായം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന പോലുള്ള സക്കാത്ത്, ഈ സമുദായം അനുഷ്ഠിക്കുന്നത് പോലുള്ള വ്രതം, ഈ സമുദായം നിർവഹിക്കുന്നത് പോലുള്ള ഹജ്ജ്. ചോദിക്കട്ടെ, ഇവർക്ക് ആർക്കാ ഉള്ളത് ഈ ലോകത്ത്? പറ, ഈ ലോകത്ത് ആർക്കാ ഉള്ളത്? ഇതല്ലേ മനുഷ്യൻ്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ പിന്നെ വഴിയിലുള്ള വിജയത്തിൻ്റെ രഹസ്യം? ഇത് തന്നെയല്ലേ? ഇത് ഈ ലോകത്ത് ആരാ നിലനിർത്തുന്നത്? മുസ്ലിം ഉമ്മത്തല്ലേ? അപ്പം നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളെ ലോകത്തുനിന്ന് ഇല്ലായ്മ ചെയ്യണം. അത് തന്നെ, നിങ്ങളെ ഈ ലോകത്തുനിന്ന് ഇല്ലായ്മ ചെയ്താലേ മറ്റുള്ളതിന് നിലനിൽപ്പുള്ളൂ. അത് തന്നെ കാര്യം ഉണ്ടോ? അതാണ് നടക്കുന്നത്. താജ്മഹൽ ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? താജ്മഹൽ തീവ്രവാദികൾ ഉണ്ടാക്കിയതാണെന്ന് കൊണ്ടുവരിക. അങ്ങനെ താജ്മഹൽ തകർത്ത് കളയുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനെ തകർക്കുക. എമ്പാടും അങ്ങനെ തന്നെ ബഹുമാനികളെ. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിച്ചപ്പോൾ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മുസ്ലിങ്ങൾ ജീവിച്ചത്. ഈ രീതിയിൽ ധിക്കാരം പറയുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ബഹുമാനികൾ? എന്ന് പറ. ഇവർക്ക് എന്താണ് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു എന്ന് പറയാൻ, ഈ എടുത്തു പറയാനുള്ള എന്തുണ്ട് ഇവരുടെ കയ്യിൽ? ഈ പറയുന്നവരുടെ കയ്യിൽ. ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് നീങ്ങുമ്പോൾ കാണാം ഒരാളിങ്ങനെ ഒരു താറിങ്ങനെ കൊടുത്തിട്ട് ഒരു കോടാലിയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. നമുക്ക് തോന്നും ഇയാൾ ഇപ്പം തന്നെ ഈ കോടാലി എറിയുന്ന. എന്തപ്പോൾ അതെന്താ? അതിൻ്റെ ഐതിഹ്യം എന്താണെന്നറിയോ? ആ മൂപ്പര് ആ വടക്കേ അറ്റത്ത് എന്നിട്ട് ഇങ്ങനെ ഒരൊറ്റ ഏറെറിഞ്ഞപ്പോൾ ഈ സാധനം പോയി അതിൻ്റെ തെക്കേ അറ്റത്ത് പോയി വീണു. അങ്ങനെയാണ് കേരളം ഉണ്ടായത്. പൊട്ടക്കഥ ഉണ്ടാ. നിങ്ങൾ പറ, ഇങ്ങനെയുള്ള പൊട്ടക്കഥ പറഞ്ഞാൽ മനുഷ്യൻ വിശ്വസിക്കുക. ഇവിടെയാണ് വിഷയം. യുക്തിക്ക് നിരക്കാത്ത വിശ്വാസങ്ങളും ആദർശങ്ങളും സംസ്കാരങ്ങളും പറയുമ്പോൾ യുക്തിപരമായി ചിന്തിക്കുന്നവൻ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠനം നടത്തും. എൻ്റെ ബഹുമാനികളെ, പ്രകൃതിയോട് യോജിക്കാത്ത സംസ്കാരങ്ങളും തത്വങ്ങളും പറയുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങുന്ന തത്വങ്ങളും സംസ്കാരങ്ങളും ബുദ്ധിയുള്ളവരെടുക്കും. അവിടെയാണ് ഹാദിയ. അവിടെയാണ് ഈ സംഭവിച്ചതെല്ലാം ഉണ്ടാ. എല്ലാം അങ്ങനെ തന്നെയാണ്. ആ പെണ്ണിന് വിവരം ഉണ്ടായി, ആ പെണ്ണ് ചിന്തിച്ചു, ഈ കാണിക്കണതെല്ലാം വെറുതെ ആണെന്ന് മനസ്സിലായി. ഇതൊരു ഹാദിയ നമുക്ക് വലിയ ആദ്യമാണോ ബഹുമാനികളെ? കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്കമാലി പറഞ്ഞ പോലെ എന്തോരം ഹാദിയമാർ ഈ സമുദായത്തിന് കടന്നുപോയി. ഇതൊന്നും പുത്തിരിയൊന്നുമല്ല. മക്കയിൽ നിന്ന് ഇതുപോലെ ഒരു പെൺകുട്ടിയാ 100-600 കിലോമീറ്റർ യാത്ര ചെയ്ത് മദീനത്തേക്ക് പോയത്. ആ പരിശുദ്ധ ഖുർആൻ അന്ന് ഹുദൈബിയയിൽ ശത്രുക്കൾ നബിയുമായി ഉണ്ടാക്കിയ സന്ധി അവിടെ വെച്ച് പരിശുദ്ധ ഖുർആൻ തിരുത്തി. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫംതഹിനുഹുന്ന അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന. ഹിജ്റ ചെയ്തൊരു പെൺകുട്ടി വന്നാൽ നബിയെ ഈ ഉടമ്പടിയുടെ പേരിൽ തിരിച്ചുവിടണ്ട. ഉടമ്പടി അതാണ്. മദീനയിൽ നിന്ന് ഒരാൾ വന്നാൽ മക്കയിൽ പിടിച്ചു വെക്കരുത്, മക്കയിൽ നിന്ന് ഒരാൾ മദീനത്ത് വന്നാൽ അംഗത്വം കൊടുക്കരുത്. ഇതാണ് സന്ധി, ഇതാണ് ഉടമ്പടി. ഈ ഉടമ്പടി പ്രായോഗികമല്ല. ഇങ്ങനെ നടന്നു വന്ന ഇത്ര ബുദ്ധിമുട്ടി വന്ന ഈ പെൺകുട്ടിയെ പരീക്ഷിക്ക്, ഒന്ന് പരിശോധിക്ക്. ഇൻ അലിൻതുമൂഹുന്ന, അവളുടെ ഈമാൻ തങ്ങൾക്ക് മനസ്സിലായാൽ, ബോധ്യപ്പെട്ടാൽ, ഫലാ തർജിഉഹുന്ന ഇലൽ കുഫാർ. കണ്ടാ, ഇത് ആദ്യത്തെ ഹാദിയാണ്. എന്ന് പറഞ്ഞ പോലെ ഹൈക്കോടതി പറഞ്ഞു പാടില്ല. 18 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുക്കൊരു ഒരു പെണ്ണും കൂടി തമ്മിൽ സ്നേഹമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതി ചോദിക്കും, നിങ്ങൾക്ക് ആരുടെ കൂടെ പോകാനാ? അച്ഛൻ്റെ അമ്മയുടെയും പാപ്പാടെയും ഉമ്മാടെയും? ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോകാനാ തീരുമാനിക്കുക. എന്നൊരു പണി 18 വയസ്സ് വരത്തേക്ക് നീ അവിടെയും പോയി താമസിക്കുക, നീ ഇവിടെയും പോയി താമസിക്കുക. 18 വയസ്സ് നമുക്ക് തീരുമാനിക്കാം. ഇതാ കോടതി പറയുള്ളൂ. അങ്ങനെയല്ലേ ബഹുമാനികളെ കണ്ടേക്കണതാകെ? ഇത് 10-24 വയസ്സായ ഒരു പെണ്ണ്, വിദ്യാഭ്യാസവും വിവരമുള്ളത്, ഇങ്ങനെ അറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അയക്കണത്, എന്നിട്ട് ഇന്ത്യയുടെ നിയമപ്രകാരം രജിസ്റ്റർ വിവാഹം ചെയ്തത്, മതാചാരപ്രകാരം നിക്കാഹ് ചെയ്തത്, കോടതിയിൽ ഒന്നിപ്പോൾ കോടതി വരെയൊന്നും ശരിയല്ല, വീട്ടിൽ പോയിക്കോളെ. ഇതെന്ത് നിയമ ബഹുമാനികളെ? ആ കോടതിയുടെ നിയമം, ഹൈക്കോടതിയുടെ തീരുമാനം സുപ്രീം കോടതി തിരുത്താൻ പോകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊച്ചിനെ രക്ഷപ്പെടുത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ആദ്യം കേൾക്കണമല്ല. അതിൻ്റെ പേരിൽ അശോകൻ്റെ പുറകെ ആരും പോവുകയും വേണ്ട. അതൊന്നും നമ്മുടെ നിയമത്തിൽ പെട്ടതല്ലാന്ന്. അച്ഛനെ ആക്രമിക്കാൻ ആരും പോകണ്ടെന്ന്, അതൊന്നും നമ്മുടെ നിയമത്തിൽ പെട്ടതല്ല. ലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅത്തു ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം.
ഫമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹള്ളിൻ. പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഈമാൻ ഇസ്ലാമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരുന്നില്ലേ? ഈമാൻ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ദൂരത്തിൽ നിന്ന് ഏറ്റവും ബുദ്ധിമുട്ട് സഹിച്ചൊക്കെ ഇവിടെ വന്ന അള്ളാഹുവെ നിൻ്റെ അടിയാറുകൾക്ക് ഏറ്റവും കൂടുതൽ കൂലിയും പദവിയും പാപമോചനവും കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇവിടെ വന്നില്ല എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉസ്താദോ അല്ലെങ്കിൽ ഇരിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളോ ആരും ഒരു നടപടിയും എടുക്കാനില്ല. പടച്ചവനെ, ഞങ്ങൾ വന്നത് നിൻ്റെ പ്രീതി മാത്രം. അല്ല, ഇതിൻ്റെ വരെ ഇഖ്ലാസ് എന്ന് ഇതാരെയും ബോധ്യപ്പെടുത്താൻ വന്നല്ല. വഴി ചെന്നില്ലെങ്കിൽ പൈസ ഉസ്താദ് കാണുമ്പോൾ നാളെ കണ്ടില്ലല്ലോ, പിന്നെ അത് ചോദിക്കാൻ നിൽക്കണ്ട, പോയിരുന്നേക്കാം. അങ്ങനെ വന്നേക്കണവരാരും ഇതിനകത്തില്ല ബഹുമാനികളെ. ഉണ്ടോ? എത്രയോ ദൂരം നമ്മുടെ പടമോളിൽ നിന്നൊക്കെ നമ്മുടെ ഒരു ജമാഅത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഒരു യാത്ര ചെയ്തു ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയാളി തങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദിസും ഒക്കെ ഒരു യാത്ര നടത്തി. ആ സംഘത്തിൽപ്പെട്ടവർ ഇതിനകത്ത് അവർ ഇങ്ങനെ ഈ വെള്ളം പോണ വഴിക്ക് മീനെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ചിന്തിക്കേണ്ടാവും, ഈ മയിലാരും കൊടുക്കത്തെ അവൻ അവിടെ പറഞ്ഞാൽ തന്നെ ഉള്ള ഇവിടെയും പറയണേ. അതങ്ങനെ തന്നെ പറയണേ. ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയേക്കണത് ഈ വിഷയം. ഒരു പരിപാടി ബുക്ക് ചെയ്യുമ്പോൾ ചോദിക്കും എന്ത് വിഷയമാണ് വേണ്ടേ. അപ്പോൾ കളമശ്ശേരിക്കാർ ചോദിക്കുമ്പോൾ പറയും ഒരു പണി ചെയ്തോ, ചക്കുകുരു വാങ്ങാൻ പറ്റോ വിഷയം. അത് കഴിയുമ്പോൾ തൃക്കാക്കരക്കാർ ഇവിടെ ഇപ്പം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, തൃക്കാക്കരക്കാർ വിളിക്കും. അപ്പോൾ ഉസ്താദേ അപ്പോൾ നമുക്കൊരു വിഷയം വേണമല്ലോ, ഒരു പണി മാങ്ങയും ചക്കുകുരു എന്ന് വെച്ചോ. ഇവിടെ ചക്കുകുരു മാങ്ങയും അവിടെ മാങ്ങയും ചക്കുകുരു. അത് കഴിയുമ്പോൾ ഇപ്പുറത്ത് മുട്ടൻകാർ വിളിച്ചിട്ട് വരും, അവസരേ ഒരു പണി ചക്കൂകുരുവിൽ മാങ്ങ ആണോ വെച്ചോ. എന്തെന്ന് വിഷയം, ഇതൊക്കെ പറയാൻ പറ്റിയ ആലിമ്യങ്ങൾ അങ്ങനെയൊക്കെ വിഷയം പറയണ ബഹുമാനികളെ. ഇതെന്തൊന്ന് പറയാനാ ഇത്? അങ്ങനെ വിഷയമൊക്കെ പറയാൻ പറ്റിയ വിവരമുള്ള ആൾക്കാരുണ്ട്. റഹ്മത്തുള്ളാഹി ഖാസിമിയൊക്കെ വിഷയം പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിനെ നാഫിയാക്കുകയും ഓർമ്മശക്തി അധികരിപ്പിച്ചുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പോട്ടെ ബഹുമാനികളെ, പറഞ്ഞു വന്നതെന്താ, മുൻഗാമികൾ കൊണ്ടുവന്നത് ഇതാണേന്ന്, പിൻഗാമികൾക്ക് നഷ്ടപ്പെട്ടത് ഇതാണേന്ന്. കണ്ടാ, ഇത് ശരിയാണ് ബഹുമാനികളെ. ഒന്ന് താരതമ്യപ്പെടുത്ത്. മരിച്ച വീട്ടിലേക്ക് എന്തേ പോകാത്തേന്ന് ശിഷ്യൻ വന്നിട്ട് ഉസ്താദിനോട് ചോദിക്കുകയാണ്, എനിക്ക് നെയ്യത്ത് വന്നിട്ടില്ല. അല്ലാഹു അക്ബർ. തൊട്ടപ്പുറത്ത് മരണവീട്, അവിടെയെല്ലാം ആളുകൾ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്, തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. വളരെ അകലെയല്ലാതെ അടുത്താണ് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട ഒരു മഹാൻ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ. ശിഷ്യൻ ചെന്നിട്ട് ചോദിക്കുന്നു, ഉസ്താദേ അവിടെ മരിച്ച വീട്ടിലേക്ക് നെയ്യത്ത് വന്നിട്ടില്ലടോ. എന്താ ബഹുമാനികളെ കേൾക്കണത് എന്ന് പറഞ്ഞാൽ, മരിച്ച വീട്ടിലേക്ക് ഞാനങ്ങോട്ട് ചെന്നാൽ എനിക്ക് വേണ്ടി കസേര എടുക്കാൻ ഓടും, ഇരിക്കുന്നവരെല്ലാം എഴുന്നേക്കും, ധാരാളം ആളുകളൊക്കെ അവിടെ ഉണ്ടാവും. മനസ്സിനകത്ത് ഇത് കയറി, ഇല്ല ഞാൻ പോണില്ല, ഞാനത് പൊളിക്കുകയാണ്, ദുനിയാവിന് വേണ്ടി അല്ല, എല്ലാം ആഖിറത്തിന് വേണ്ടി. ഞാനതാ പറഞ്ഞു വന്നത്. നബിത്തങ്ങളുടെ അടുക്കൽ ഈമാനും ഇസ്ലാമും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാം വന്നു. വലിയ സംഭവമാണ്. ഈ ഉസ്താദന്മാർ പഠിപ്പിച്ച് ഓതി കൊടുക്കുന്നത്. ആദ്യത്തെ ഹദീസ് മറ്റേ ബുഖാരിയിലൊക്കെ ഉണ്ട് ഇത്. അങ്ങനെ ചോദിച്ച് ഈമാൻ ചോദിച്ചു, ഇസ്ലാം ചോദിച്ചു, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചു, മല്ലി ഹുസാൻ. ജിബ്രീൽ മനുഷ്യൻ്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ്, സഹാബാക്കൾ ഇങ്ങനെ ചുറ്റും ഇരിക്കുകയാണ്, അവരെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ഉത്തരമൊക്കെ. ചോദ്യം ചോദിക്കുന്ന ആൾ ഉത്തരം പറയണ നബിയാണ്, ചോദ്യം ചോദിക്കണത് ഈ മനുഷ്യനാണ്. ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട് സദഖത്ത് അവളുടെ കറക്റ്റാണ്. അപ്പോൾ സഹാബാക്കൾ മുഖത്തോടെ നോക്കുകയാണ്, ഇതും തൊട്ട് കൂത്തായത്. ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്ന ആൾ ഉത്തരം കേൾക്കുമ്പോൾ ശരിയാണ്, പിന്നെ ഇങ്ങനെ ചോദിക്കുന്നതിനാ ഉണ്ടാ. അതാണ് സംശയം. ചോദിച്ച് ഇഹ്സാനിലേക്ക് വന്നേറി. എന്തെന്നാ ഇഹ്സാൻ? അൻ തഅ്ബുദല്ലാഹ് അന്നക തറാഹു ഇല്ലൻ തകുൻ തറാഹു ഇന്നഹു യറാക. നിന്നെ അള്ളാഹു കാണുന്നു എന്ന നിലയ്ക്ക് നീ ഒരു നന്മ ചെയ്യുന്നതിൻ്റെ പേരാണ് ഇഹ്സാൻ. നീ അള്ളാഹനെ കാണുന്നില്ല എങ്കിലും ഉണ്ടാ, നീ അള്ളാഹനെ കാണുന്നില്ല, പക്ഷേ എന്നെ അള്ളാഹ് കാണുന്നുണ്ട് റബ്ബേ, ആ നിലയ്ക്കൊരു നന്മ ചെയ്യുന്നതിൻ്റെ പേരാണ് ഇഹ്സാൻ. അപ്പം തിന്മ ചെയ്യുമ്പോൾ എന്ത് വേണം? അള്ളാഹുവേ നീ ഇത് കാണുന്നുണ്ട് റബ്ബേ, പിന്നോട്ട് മാറുക. അതാണ് ഖൗഫും മിൻ ജലീൽ. തഖ്വ 3 വിധത്തിലാണെന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വിശദീകരിക്കുന്നു. തഖ്വ 3 വിധത്തിലാണ്. ശ്രദ്ധിച്ചോട്ടോ, നമുക്കത് കൊണ്ടുവരണം ബഹുമാനികളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരണം. 3 വിധമാണ് തഖ്വ കൊണ്ടുവരേണ്ടത്. എങ്ങനെയാണ്? ഒരു ചെറിയൊരു വിവരം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഏതും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് കാണുന്നുണ്ട്. ഒരു 4-5 വയസ്സായ കൊച്ച് ചായപ്പൊടി മേടിക്കാൻ വന്നു. കാക്ക 1 കിലോ ചായപ്പൊടി.
ഇയാളെല്ലാവർക്കും കുടഞ്ഞൊക്കെ പറിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ 3/4 കിലോ മുകളിലേക്ക് തികയില്ല ഒരു 600 ഗ്രാം കണ്ടിട്ടുണ്ട്. ഈ കൊച്ചിന് തൂക്കമൊന്നും അറിയാൻ പാടില്ല. നമ്മളെ 350 രൂപ. ഈ കൊച്ചിന് തൂക്കം അറിയാൻ പാടില്ല. 1 കിലോ ഇല്ല, 1 കിലോ എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. 1 കിലോൻ്റെ പൈസ മേടിച്ചു 350. ഇത് വാങ്ങുമ്പോൾ അള്ളാഹുവേ, വിവരമില്ലാത്ത തിരിച്ചറിവില്ലാത്ത കുഞ്ഞിനെയാണ് ഞാൻ പറ്റിക്കുന്നതെങ്കിലും ഈ തൂക്കം കുറച്ചുകൊണ്ട് ഇല്ലാത്ത തൂക്കത്തിൻ്റെ വില ഞാൻ വാങ്ങുമ്പോൾ അല്ലാഹുവേ നീ ഇത് കാണുന്നുണ്ട് റബ്ബേ. അതാണ് ഖൗഫും മിൻ ജലീൽ. തഖ്വ 3 വിധമാണ്. ഒന്നാമത്തേത് ഖൗഫും മിൻ ജലീൽ, ജലീലായ പടച്ചവനെ ഭയപ്പെടലാണ്. അതാണ് തഖ്വയുടെ 1-ാം ഘടകം. 3 വിധമാണ് തഖ്വ. ഒന്നാമത്തേത് ഇതാണ്, പടച്ചതമ്പുരാനെ ജലാലായ റബ്ബിനെ ഭയപ്പെടുക. ബാല് താത്തിക്കൊണ്ടൊരു പട്ടി പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും, എടേ കൊച്ചിനെ പുറത്തേക്ക് വിടില്ല കേട്ടോ, അതേ പട്ടി ഇറങ്ങേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതേ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. പട്ടി ഒരെണ്ണം ബാലും താത്തിയിട്ടുണ്ട് പോയുള്ളൂ. ചെറുക്കൻ പുറത്തേക്ക് ഇടവെള്ള എപ്പം അങ്ങോട്ട് പോകണ്ട കേട്ടോ, പട്ടി അങ്ങോട്ട് പോകണ്ടാണ്ട്. പേപ്പട്ടീനെ പേടി. കളമശ്ശേരിയിൽ കോയാങ്കാക്ക അറക്കാൻ കൊണ്ടുവന്ന പോത്ത് കയറ് പൊട്ടിച്ചോടി. വീട്ടിൽ നിന്നുകൊണ്ട് താത്ത വിഷമിക്കുകയാണ്, ഉമ്മ വിഷമിക്കുകയാണ്. പഠിച്ചവനെ പുള്ള മദ്രസ പോയിട്ടുണ്ട്, പോത്താലാക്കി പിടിക്കാൻ വരണ്ടോടിയിട്ടുണ്ട്. ആന ഓടിയെ പിടിച്ചാൽ കിട്ടും, പോത്തോടിയ വലിയ പാടാണ്. ബഹുമാനികളെ, ഇടഞ്ഞോടിയ പോത്തിനെ പേടി. ദേ അവിടെ ജംഗ്ഷനിൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തുകയാണ്. കൂട്ടുകാരൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഹബീബേ പോകല്ലേ എന്തേ? അവിടെ ലാത്തിച്ചാർജ് നടക്കുന്നുണ്ട്. തെറ്റ് ചെയ്തവന്മാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ലാത്തിച്ചാർജ് നടത്തിയ പോലീസ് കിട്ടിയവനെ പിടിച്ചു തല്ലും. അവസാനം നീ കേസിൽ കുടുങ്ങും, പോകണ്ട. പോലീസിനെ പേടി. ഇതെല്ലാം പേടികളായി പറയണൊക്കെ, എല്ലാം ഭയമാണ് ഈ പറയുന്നതല്ല. എല്ലാം ഒന്നുമൊക്കെ എടുത്ത് ഷാളൊക്കെ തോളത്തിട്ട് തൊപ്പിയൊക്കെ വെച്ച് ഉസല്ലി ഫർളു ളുഹ്രി 4 റക്അത്തിൻ ലില്ലാഹി തആല മഅൽ ഇമാമി അല്ലാഹു അക്ബർ. അപ്പോൾ ഇവിടെ കടിക്കും. ആരാ പേടി പറ? ആരുടെ മുമ്പിലായി കൈകെട്ടിയ പറ? ആരുടെ മുമ്പിലായി കൈകെട്ടിയത് ബഹുമാനികളെ? ആരെയാണ് പേടി? മുൻഗാമികൾക്ക് ഇതുണ്ടായി. അല്ലാഹുവേ, നിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് റബ്ബേ. എൻ്റെ പിന്നിൽ മലക്കുൽ മൗത്താണ് റബ്ബേ. എൻ്റെ വലതുഭാഗത്ത് സ്വർഗമാണ് റബ്ബേ. എൻ്റെ ഇടതുഭാഗത്ത് നരകമാണ് റബ്ബേ. തഖ്വ ഉണ്ടാ. ഖൗഫും മിൻ ജലീൽ, പടച്ചതമ്പുരാനെ ഭയപ്പെടുക. അതെങ്ങനെ? തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലാഹ് പിന്മാറുക. നന്മ ചെയ്യുമ്പോൾ ആരെയും ബോധ്യപ്പെടുത്താനല്ല, അല്ലാഹ് നിനക്ക് വേണ്ടി. ഇതിൻ്റെ പേരാണ് ഖൗഫും മിൻ ജലീൽ. അങ്ങനെ ആ ഖൗഫോടുകൂടി, ഭക്തിയോടുകൂടി, പേടിയോടുകൂടി കൈകെട്ടുമ്പോൾ വജ്ഹത്തു വജ്ഹിയ ലില്ലദീ, അല്ലാഹുവേ നിൻ്റെ മുമ്പിലാണ് ഞാൻ, എൻ്റെ മുന്നിൽ നീയാണ്. പടച്ചവനെ, ഈ നമസ്കാരം പൂർത്തിയാക്കാമെന്ന് എനിക്ക് ഉറപ്പില്ല റബ്ബേ. കുല്ലും മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നിഅലിഹി. കാലേ കിടക്കുന്ന ചെരുപ്പിന് എത്രമാത്രം അതിൻ്റെ വള്ളി കാലിനോട് ചേർന്നിരിക്കുന്നുവോ അതിനേക്കാളും ചേർന്നാണ് മലക്കുൽ മൗത്ത് അസ്റായിൽ. എൻ്റെ പുറകിൽ മലക്കുൽ മൗത്താണ്. ഈ മജ്ലിസി നമ്മൾ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട ബഹുമാനികളെ. അള്ളാഹ് നമ്മുടെ എല്ലാ ആക്കിബത്ത് നന്നാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും അതിനു വേണ്ടി ഒരുങ്ങ്. നമ്മുടെ ആരെയും അനുവാദം കിട്ടിയിട്ടല്ല അപ്പം കൊണ്ടുപോണത്, അനുവാദം കിട്ടിയിട്ടല്ല ബഹുമാനികൾ. അള്ളാഹുവേ, സക്രാത്തിൻ്റെ സമയത്ത് പൊട്ടിക്കരഞ്ഞതായ ബഹുമാനപ്പെട്ട ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെയൊക്കെ മറക്കല്ലേ. നമ്മൾ ഇബാദത്തെടുക്കുന്നവരാണ്, മറക്കല്ലേ ബഹുമാനികളെ. അള്ളാഹു നമ്മളെല്ലാം മുത്തക്കിങ്ങളിൽ പെടുത്തി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുറകിൽ മലക്കുൽ മൗത്ത് ബഹുമാനികളെ, നിസ്കാരം പൂർത്തിയാക്കാമെന്ന് എനിക്കറിയില്ലല്ലോ അല്ലാഹ്. നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ നമസ്കാരം നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവേ, വലതുഭാഗത്തുള്ള സ്വർഗത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത് റബ്ബേ. ഞാനിത് ആൾക്കാരെ ബോധ്യപ്പെടുത്താനാണെങ്കിലോ എന്നെ നീ തള്ളുന്നത് ഇടതുഭാഗത്തുള്ള നരകത്തിലേക്കാണ് പഠിച്ചവനെ. നോക്കി, ഇതാണ് ഖൗഫും മിൻ ജലീൽ. ഇതൊക്കെ മുൻഗാമികൾക്കുണ്ടായി. 100 പ്രാവശ്യം കേട്ടിട്ടില്ല അലിയാർ ഞങ്ങളുടെ ശരീരത്തിൽ അമ്പുകൊണ്ടത്. ഇങ്ങനെ പോയി ഇളക്കുമ്പോൾ മൂപ്പര് കിടന്ന് കുലുങ്ങും. അവസാനം സഹാബാക്കൾ തീരുമാനമെടുത്ത് നിസ്കരിക്കാൻ കൈയ്യട്ടെ, നമുക്ക് നോക്കാമെന്ന് തോന്നി. നിസ്കരിക്കാൻ കൈ അങ്ങോട്ട് കെട്ടിയപ്പോൾ ഈ അമ്പ് ഇളക്കി ഊരിയും എടുത്തു.
കാരണം എന്താ, കൈ അങ്ങോട്ട് കെട്ടിയപ്പോൾ പിന്നെ ഈ ശരീരത്തിൽ നടന്ന ക്രിയ എന്താണെന്നുള്ളത് ആ മനുഷ്യൻ അറിഞ്ഞില്ല. നിങ്ങളുടെ കാര്യം പോട്ടെ, ബാവമുസ്ലിയാർ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിയാലേ ഒരു ഈച്ച ഒന്ന് വന്നിരിക്കട്ടെ മേത്ത്, ഒരു ഈച്ചേ മേത്ത് വന്നിരിക്കട്ടെ, ജീവനോടെ പോകുമെന്നപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് ബാവമുസ്ലിയാർ പറഞ്ഞെന്താ, അലിയാരങ്ങളുടെ മുമ്പാണ് ഇപ്പോൾ ബാവമുസ്ലിയാർ സ്വർഗത്തിൽ പോണതേ, അതിൻ്റെ ശേഷം അലിയാരങ്ങൾ വരുവുള്ളൂ. അങ്ങനെയാണ് ബാവമുസ്ലിയാരുടെ അഭിപ്രായം, വർത്താനങ്ങളൊക്കെ അങ്ങനെയാണ്. തർജുന്നജാത വലം തസ്ലഖ് മസാലികഹാ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി. അങ്ങനെയൊക്കെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.